നമസ്കാരം. ഞാൻ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൊപ്പറേറ്ററാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് സ്ഥാപനം. ഇപ്പോൾ ഞങ്ങൾ ടീൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് റോഡ് ടെസ്റ്റിലേക്ക് തയ്യാറായിരിക്കുകയാണ്. ഇപ്പോൾ റോഡ് ടെസ്റ്റിൽ പോകുന്നതിന് മുൻപ് ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ഡ്രൈവർ വണ്ടി എടുക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഓരോരോ പോയിന്റായിട്ട് ഞാനത് പറയാം. ആദ്യം വണ്ടിയിൽ കയറുന്നതിന് മുൻപ് എഞ്ചിന്റെ അടിയിലോ റേഡിയേറ്ററിന്റെ താഴെയോ എന്തെങ്കിലും ഓയിലോ വെള്ളമോ പോയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കണം. അത് പോയിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് അത് ലീക്ക് വരുന്നത് എന്നുള്ളത് നമ്മളത് കണ്ടെത്താൻ പറ്റണമെങ്കിൽ കണ്ടെത്തി അടുത്ത വർക്ക്ഷോപ്പിൽ പോയിട്ട് ആ പണിയെടുക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എല്ലാ ടയറും തട്ടി നോക്കണം. എല്ലാ ടയറിലും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രഷർ ഉണ്ടോ എന്നുള്ള അറിയാം. ടയർ തട്ടിക്കഴിഞ്ഞ് ടയറിന്റെ പ്രഷർ കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ശരിയാണോ? ഇങ്ങനെ തട്ടുന്ന സമയം നല്ല സൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ എയർ ആയിരിക്കും. അല്ലാതെ സൗണ്ട് പതപ്പതപ്പുന്ന ഒരു പതപ്പുണ്ടെങ്കിൽ അതിൽ എയർ കുറവായിരിക്കും. എയർ കുറവാണെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം, അതിൽ എയർ കുറവാണെന്നുള്ളത്. എയർ കുറവാണെങ്കിലും കൂടുകയാണെങ്കിൽ എന്താ വ്യത്യാസം? എയർ കുറയുകയാണെങ്കിൽ ടയർ ഉള്ളിലേക്ക് പതിഞ്ഞിരിക്കും. ഒരു വണ്ടിയുടെ റണ്ണിങ്ങിൽ ടയറിന്റെ രണ്ട് വശങ്ങളാണ് കൂടുതൽ തേയുക. ടയർ എയർ കൂടുതലാണെങ്കിൽ ടയർ വീർത്തിരിക്കും. ആ നടുഭാഗം മാത്രമാണ് മുകളിലേക്ക് ഇരിക്കുക. ആ നടുഭാഗം പെട്ടെന്ന് തേയും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രഷറാണോ ഒരു വണ്ടിക്ക് പറയുന്നത് ആ പ്രഷർ തന്നെ വെക്കണം. അതായത് നോർമലി ഒരു ഹെവി വണ്ടിയാണെങ്കിൽ, ഹെവി ബസ്, ഇപ്പൊ സാധാരണ ഇപ്പൊ നിങ്ങൾ ഹെവി ലൈസൻസ് എടുക്കാൻ വന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഈ ഹെവി ബസ്സിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90 to 100 ഉള്ളിലുള്ള ഇത് വെക്കും. അതിൽ കൂടുതൽ വെക്കരുത്. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ലോഡുള്ള വണ്ടിക്ക് വെക്കും. പക്ഷെ അതിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ മധ്യഭാഗം പെട്ടെന്ന് തേയും. അതുകൊണ്ടാണ് ചില വണ്ടിയുടെ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ സെന്റർ അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. സെന്ററിലായിരിക്കും നൂല് പോലെ കാണുന്നത്, രണ്ട് സൈഡ് കാണാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അതേപോലെ ചില വണ്ടികൾ രണ്ട് സൈഡിലായിരിക്കും ആദ്യം നൂല് കാണുക. അത് ഈ ഒരു വേരിയേഷൻ വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ ആ ടയർ തട്ടി നോക്കുക. തട്ടി നോക്കിയ ശേഷം ഓരോ ടയറിന്റെ ഉള്ളിൽ കൂടി നിങ്ങൾ തലയിട്ട് രണ്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആ രണ്ടിലെ പിന്നൂരി പോയിട്ടുണ്ടോന്നോ പർച്ച് ബോൾട്ട് ലൂസായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു നോട്ടത്തിൽ അറിയാൻ പറ്റും. നിങ്ങൾ ആ ഭാഗത്താണ് നോക്കുന്നതെങ്കിൽ നോക്കി അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ട്, എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തൊരു മെക്കാനിക്കിന്റെ അടുത്ത് ഒരു ട്രിപ്പോ 2 ട്രിപ്പോ അല്ലെങ്കിൽ അധികം താമസിച്ചാൽ പോയി കഴിഞ്ഞാൽ ഇന്നവിടെ എനിക്ക് ലൂസ് ഉണ്ട്, നീ ഒന്ന് ചെയ്ത് തരണം പറയുമ്പോൾ ആ പരിപാടി എളുപ്പമായിരിക്കും. നിങ്ങളെ ശ്രദ്ധിക്കാണ്ടിരുന്നാൽ അത് പർച്ചൂരി പോവാനോ അല്ലെങ്കിൽ പിന്നൂരി പോവാനോ പിന്നിനൊരു ലോക്ക് ഉണ്ട്. നമ്മൾ ഈ പർച്ചില് ലീഫിന്റെ ഇത് വരുന്നുണ്ടല്ലോ, ഹോള് പർച്ചിലേക്കാണ് കയറുന്നത്. പർച്ചിൽ കയറിയിട്ട് അതിനൊരു പിന്നിട്ടിട്ട് അതിനൊരു ലോക്ക് ഇടുന്നുണ്ട്. ഈ ലോക്കിന് 2 നെട്ടിട്ടാണ് ആ ലോക്കിനെ ടൈറ്റ് ചെയ്യണം. അതിൽ ഒരു ദൂരി പോയിട്ടുണ്ടാവും, ഒന്നിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അത് നിങ്ങളെ കണ്ണിൽ ശ്രദ്ധപ്പെടുകയാണെങ്കിൽ അത് ഊരി പോവാതെ അടുത്തൊരു നട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് അത് സേവ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഈ പിന്നൂരി പോയി ചിലപ്പോൾ ഇത് ലീഫ് പറിച്ചെന്ന് വിട്ട് ബോഡിയിൽ തട്ടി ബോഡി അടക്കം ഡാമേജ് ആകാനോ അല്ലെങ്കിൽ വേറെ വല്ല അപകടം സംഭവിക്കാനുള്ള സാധ്യത 100% വരും. ശരിയാണോ അല്ലയോ? അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. അപ്പൊ നോക്കി അത് വ്യക്തമായിട്ട് ഓരോ ടയറിന്റെ ഉള്ളിൽ കൂടി നോക്കിയിട്ട് അതിനെ ക്ലിയർ ആക്കുക. അത് കഴിഞ്ഞ് വണ്ടിയുടെ അടിയിൽ പോയിട്ട് ജോയിന്റ് പിടിച്ച് ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ ജോയിന്റിന് ഷെയ്ക്ക് ഉണ്ടോ, ജോയിന്റ് ബോൾട്ട് ലൂസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ശരിയാണോ? അപ്പൊ അതിൽ ലൂസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ സ്പാനർ എന്തെങ്കിലും ഒരു വണ്ടിയിൽ ടൂൾസ് ഉണ്ടാവും. അത് വെച്ച് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് അതിന് എന്ത് ടൈറ്റ് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉറപ്പാക്കിയ ശേഷം വെളിയിൽ വരിക. വെളിയിൽ വന്ന് അധിക വണ്ടികളിലെയും ഇപ്പൊ നമ്മൾ സാധാരണ റൂട്ട് ബസ്സിലാണെങ്കിൽ അധിക വണ്ടികളിലെയും ബസ്സിനകത്തായിരിക്കും ബാറ്ററിക്ക് ഒരു ബോക്സ് ഉള്ളത്. ടൂറിസ്റ്റ് വണ്ടികളിലാണ് പുറത്ത് സൈഡിൽ ഒരു ക്യാബിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി കാണാൻ പറ്റാം. അപ്പൊ എവിടെയാണെങ്കിലും ആ ബാറ്ററി തുറന്നു നോക്കിയിട്ട് ബാറ്ററിന്റെ ടെർമിനൽ ക്ലാവ് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ ഡെയിലി ബാറ്ററി ചെക്ക് ചെയ്യണം എന്നാണ് ശരിക്കും പറയുന്നത്. ഡെയിലി ഇല്ലെങ്കിലും ആഴ്ചക്ക് ഒരു ദിവസമെങ്കിലും ബാറ്ററി തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൽ വെള്ളം കുറവുണ്ടോ, പിന്നെ അത് ഡ്രൈ ആയിട്ടുണ്ടോ, അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 2 വർഷം ഗ്യാരണ്ടി പറയുന്ന ബാറ്ററി നിങ്ങൾക്ക് 3 വർഷം ഉപയോഗിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഈ 2 വർഷം എന്നുള്ളത് ചിലപ്പോൾ 1.5 വർഷത്തിൽ പോകുന്നത് വെറുതെ പിന്നെ ബാറ്ററി തന്ന ആളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ബാറ്ററി തന്നത് ഡാമേജ് ആയി അത് ശരിയല്ല എന്നുള്ളത് പറയുന്നതിനേക്കാൾ നല്ലത് ഏതാണ്? നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് 2 കൊല്ലം എന്നുള്ളത് 3 അല്ലെങ്കിൽ 2.5 കൊല്ലം ഉപയോഗിക്കാൻ ആക്കുന്നതാണ് അത് സേവ് ചെയ്യുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വണ്ടിക്കകത്ത് വരിക. വണ്ടിക്കകത്ത് വന്ന് റേഡിയേറ്റർ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് റേഡിയേറ്ററിൽ വെള്ളം കുറവുണ്ടോ നോക്കുക. സാധാരണ ഇങ്ങനെ കൈ ഇട്ട് കഴിഞ്ഞാൽ മുട്ടുന്ന രീതിയിലാണ് വെള്ളം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിന്നോട്ടെ. എന്തുകൊണ്ട് അതുപോലെ തന്നെ നിന്നോട്ടെ പറയാം. ഇനിയിപ്പോ നിങ്ങൾ അതിനെ ടോപ്പ് ചെയ്താലും വണ്ടിക്ക് ഒരു നിശ്ചിത ടെമ്പറേച്ചർ വരുമ്പോൾ ഈ ഓവർ ആയിട്ടുള്ള വെള്ളം ഓവർഫ്ലോ ആയിട്ട് തന്നെ പോകും.
പിന്നെ അവിടെ തന്നെ നിൽക്കും. അത് സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ നിങ്ങളൊരു കൂളന്റ് ഉപയോഗിച്ചിട്ടുള്ള റേഡിയേറ്റർ ആണെങ്കിൽ ആ കൂളന്റിന്റെ പെർസെന്റേജ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. 1/2 ലിറ്റർ വെള്ളം ദിവസം പോകുന്ന ഒരു മാസം ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് കൂളന്റിന്റെ ആ എഫിഷ്യൻസി ലോസ് ആയില്ലേ. അപ്പൊ അതുകൊണ്ട് ആ കൈ മുട്ടുന്ന രീതി ഉണ്ടെന്ന് അതുപോലെ തന്നെ നിന്നാൽ അതിൽ കുറവാണെങ്കിൽ വെള്ളം ഒഴിക്കുക. അപ്പൊ വെള്ളം കൂടുതൽ പിടിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം കൂടെ നോക്കുക. അടുത്ത ദിവസം കൂടെ നമുക്ക് പിടിക്കുകയാണെങ്കിൽ അതിൽ നിശ്ചയമായിട്ട് എവിടെയെങ്കിലും ലീക്ക് ഉണ്ട്. അല്ലാണ്ട് ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം പിടിക്കൽ കുറവ് വരില്ല. അപ്പൊ അതും ഇതേപോലെ അപ്പൊ അടിയിൽ പോയിട്ട് വീണ്ടും നിങ്ങൾക്ക് റേഡിയേറ്റർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ടത്തിൽ തന്നെ നമുക്ക് ഒരു വണ്ടി ഹെവി ഡ്രൈവ് ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഈ കാര്യങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. അത് നോക്കുമ്പോൾ അവർക്ക് പിന്നെ അവിടെ ഉണ്ട്. നമ്മൾക്ക് തന്നെ ഒരു 8-9 സ്പാനർ ഇട്ട് ടൈറ്റ് ചെയ്യാവുന്ന ക്ലിപ്പുകളെ ഹോസുകൾക്കൊക്കെ ഉള്ളൂ. അത് ഓവറായിട്ട് ഇതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലാമ്പ് സ്ലിപ്പായി പോകും. അല്ലെങ്കിൽ മറ്റേ ഹോസ് ഡാമേജ്, ചിലത് ഒരുപാട് വീക്കായ ഹോസ് ആണെങ്കിൽ ഡാമേജ് ആകും. ഇല്ലെങ്കിൽ അത് ടൈറ്റ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അത് കഴിഞ്ഞ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി അത് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ 2 മാർക്കിംഗ് ഉണ്ടാവും, ലോ ലെവലും ഹൈ ലെവലും. ലോന്ന് താഴെ പോകാനും പാടില്ല, ഹൈന്ന് മുകളിൽ വരാനും പാടില്ല. ലോന്ന് താഴെ പോയി കഴിഞ്ഞാൽ ഓയിലിന്റെ ഇത് കുറവായി, ഹൈന്ന് മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് എക്സസ് ആയിട്ടുള്ള ഓയിലാണ്, അത് കത്തിപ്പോവുകയും ചെയ്യും. അത് നമുക്കൊന്നും യൂസ് ആകില്ല. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഇടയിൽ വേണം എപ്പോഴും ഓയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. കുറവുണ്ടെങ്കിൽ അത് നികത്തുക. അതായത് 100 മില്ലി 50 മില്ലി എന്നല്ല, ഏകദേശം ഒരു 1/2 ലിറ്ററോ 1 ലിറ്ററോ ഒഴിക്കുന്ന ആ കുറവ് വരുമ്പോൾ മാത്രം നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രൈവർ സീറ്റ് കയറിയിരിക്കണം. ഡ്രൈവർ സീറ്റിൽ കയറി ഇരുന്ന വഴിക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ മിറർ നിങ്ങൾ ഇരുന്നവിടത്തേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ 3 മിററും നിങ്ങൾക്ക് ഇരുന്നവിടെ ഇരുന്ന് തല ചെരിച്ചു കഴിഞ്ഞാൽ വിസിബിൾ ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. ചില വണ്ടിയിൽ ഇങ്ങനെ നോക്കിയാൽ ഈ സൈഡ് കാണുള്ളൂ, ഇങ്ങനെ നോക്കി ആ സൈഡ് കാണും, പിന്നെ സെന്ററിൽ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അറിയാം. അപ്പൊ നിങ്ങൾ ഇരുന്നവിടെ ഇരുന്നിട്ട് ഈ ഇരുന്ന ബോഡി അളകാതെ ഈ തല തിരിച്ചാൽ മാത്രം നിങ്ങൾക്ക് കാണാൻ പാകത്തിന് 3 മിററും അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധം. ചില ആൾക്കാർ വണ്ടി റണ്ണിങ്ങിലൊക്കെ കൈയൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കണ്ടിട്ടുണ്ടാവും. അതൊക്കെ തെറ്റാണ്. അപ്പൊ എല്ലാപ്പോഴും ഒരുപോലെ ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ന്യൂട്രലാക്കി, പിന്നെ നിങ്ങൾ ഈ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ചില വണ്ടികളിൽ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ആണെങ്കിൽ മുന്നിലേക്ക് പിന്നിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. സീറ്റ് ബെൽറ്റുള്ള വണ്ടിയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടുക. പിന്നെ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പാനലിൽ എല്ലാ ലൈറ്റുകളും ഉണ്ടാവും. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്താലേ അതിന്റെ ലെവൽ അറിയുള്ളൂ. ഇപ്പൊ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലൈറ്റുകളും കത്തും. ഈ സ്റ്റാർട്ടായി കഴിഞ്ഞതോടുകൂടി എല്ലാ ലൈറ്റുകളും അണയണം. ഹാൻഡ് ബ്രേക്കിന്റെ ലൈറ്റ് വെച്ച് ബാക്കിയെല്ലാം അണയണം. ഹാൻഡ് ബ്രേക്ക് വണ്ടി നീങ്ങുന്നതിന് മുൻപാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആയി കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്കിന് കേട്ടിട്ട് പാനലിലെ ലൈറ്റുകളെല്ലാം ഡെഡ് ആണെങ്കിൽ മാത്രം വണ്ടിയുടെ കാര്യങ്ങൾ കറക്റ്റ് ആണ്. അതിൽ എന്തെങ്കിലും ഒന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ഫാൾട്ട് ഉണ്ടാവും. അത് നിങ്ങൾ അടുത്ത് തന്നെ വൈകിക്കാതെ അത് നോക്കണം. ചിലപ്പോൾ ആ ഒരു സമയത്ത് അത് വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിരിക്കില്ല. ചിലപ്പോൾ ഓയിലിന്റെ ലൈറ്റ് ആയിരിക്കും കത്തിക്കൊണ്ടിരിക്കുക. അത് വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. അത് പോയി ഓയിൽ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ ബാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ചിലപ്പോൾ ഈ 50 രൂപയോ 100 രൂപയോ 250 രൂപയോ കൊണ്ട് തീരേണ്ടത് ഒരു ഇഞ്ചൻ പണി 25,000 രൂപ വരെ എത്താനുള്ള സാധ്യത അതിലുണ്ടാവും. ശരിയാണോ? അപ്പൊ ഇത് ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ മെയിനായിട്ട്. അപ്പൊ കീ ഓൺ ചെയ്തിട്ട് എല്ലാം കറക്റ്റ് ആണ് നോക്കുക. നിങ്ങളുടെ വൈപ്പർ സ്വിച്ച് ഓൺ ചെയ്തിട്ട് വൈപ്പർ വർക്ക് ചെയ്യേണ്ടത് നോക്കുക. നിങ്ങൾക്ക് പരിചയമില്ലാത്ത വണ്ടിയാണെങ്കിൽ അതിന്റെ ഹോൺ എവിടെയെന്നുള്ളത് ആദ്യം കണ്ടെത്തുക. ഹോൺ എവിടെയെന്ന് കണ്ടെത്താണ്ട് ഒരു വണ്ടി എടുക്കരുത്. റണ്ണിങ്ങിൽ പോയി നമുക്കൊരു ആവശ്യം വരുമ്പോഴെല്ലാം നമ്മൾ ഹോൺ അന്വേഷിക്കുക. ശരിയല്ലേ? പിന്നെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ലൈറ്റ് കത്തുണ്ടോ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ലൈറ്റ് കത്തുണ്ടോ, പിന്നെ ഹെഡ് ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒരു വണ്ടി എടുക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞ് ക്ലച്ചിന്റെ പ്ലേ അറിയണം നമ്മൾ എന്താണെന്നുള്ളത്, ബ്രേക്കിന്റെ പ്ലേ അറിയണം എന്താണെന്നുള്ളത്. ക്ലച്ചിന്റെ പ്ലേയും ബ്രേക്കിന്റെ പ്ലേ എന്താണ്? അതായത് ക്ലച്ച് എത്രത്തോളം റിലീസ് ചെയ്യുമ്പോഴാണ് വണ്ടിക്ക് മൂവിങ് കിട്ടുന്നത്, ഈ കാര്യം അറിഞ്ഞിരിക്കണം. ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് ബ്രേക്കിന്റെ പ്ലേ. ബ്രേക്കിന്റെ പ്ലേ നമ്മൾ സാധാരണ നിങ്ങൾ ഓടിക്കുന്ന ഒരു വണ്ടി ചിലപ്പോൾ നന്നായി ചവിട്ടിയാലേ പോയി നിൽക്കുകയുള്ളൂ. ഇതിൽ ചിലപ്പോൾ മുട്ടിയാൽ നിൽക്കുമായിരിക്കും. അതറിയാതെ നിങ്ങൾ വണ്ടി എടുത്തു പോയി പെട്ടെന്ന് ഒരു ഭാഗത്ത് പോയി നിങ്ങൾക്ക് അത്യാവശ്യം ബ്രേക്ക് ചവിട്ടുമ്പോൾ നിങ്ങൾ ആ ഒരു ലാഘവത്തിൽ ഇതിന് ചവിട്ടിയാൽ ഈ വണ്ടി പെട്ടെന്ന് നിൽക്കും. അതുപോലെ ആയിരിക്കില്ല പുറകിലെ വണ്ടിക്കാരൻ വരുമ്പോൾ അവനുണ്ടാകുന്ന അനുഭവം. ശരിയല്ലേ? അവൻ അതുപോലെ നിർത്താൻ പറ്റില്ല, അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കാൻ പാടുള്ളൂ. അതേപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് റൈറ്റ് സിഗ്നൽ കാണിച്ചിട്ട് വേണം മുന്നോട്ട് എടുക്കാൻ. മുന്നോട്ടെടുത്ത് നമ്മൾ ഓരോ ഗിയറായിട്ട് 1 by 1 ഗിയറായിട്ട് മാറ്റിക്കൊണ്ട് പോകുന്നു. അപ്പൊ നിർത്തേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ സ്ലോ ഡൗൺ കാണിച്ചേ നിർത്താവൂ. സ്ലോ ഡൗൺ കാണിക്കുന്നത് ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും സ്ലോ ഡൗൺ കാണിക്കണം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ 3 പ്രാവശ്യമെങ്കിലും സ്ലോ ഡൗൺ കാണിക്കണം എന്നുള്ളത് പറയുന്നത്?
അതായത് നമ്മൾ കാണിക്കുന്ന ഈ കാര്യം പുറകിൽ വരുന്നവന്റെ കണ്ണിൽ കണ്ട് അവന്റെ ബ്രെയിനിൽ പോയിട്ട് അവന്റെ കാല് വർക്ക് ചെയ്ത് എത്താൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ചിന്തിക്കുന്ന പോലെ അത്രയും ഫാസ്റ്റ് ആയിട്ട് ഇത് കാണുന്നവന് ചിന്തിക്കാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പൊ അതിനുള്ളൊരു ടൈമാണ് ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും. അപ്പോഴേക്കും അത് കണ്ട് അവനത് മനസ്സിലാക്കിയിട്ട് അവനും കൂടെ തയ്യാറായി കഴിയും. അതിനുശേഷം നിങ്ങൾ നിർത്തിക്കോ. അപ്പൊ രണ്ട് വണ്ടി ഒപ്പം നിൽക്കും. അത് കഴിഞ്ഞ ശേഷം സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചിട്ടേ ബ്രേക്കിൽ ചെയ്യാൻ പാടും. അതുപോലെ എങ്ങനെ വണ്ടിയെ പോവുകയാണെങ്കിലും ഗിയർ ഡൗൺ ചെയ്ത് നിർത്തുന്നതാണ് നല്ലത്. ഗിയർ ഡൗൺ ചെയ്ത് നിൽക്കുന്നത് ഒന്നുകൂടെ സേഫ്റ്റിയാണ് ഡ്രൈവർക്ക്. നമ്മൾ ഒരു വണ്ടി ഓടിച്ചു പോയി നിർത്തേണ്ട ആവശ്യം വരുമ്പോൾ ക്ലച്ച് ബ്രേക്ക് കൂടെ ചവിട്ടിയിട്ട് ഇങ്ങനെ ഒരു ബാലൻസ് ഇല്ലാണ്ട് പോകാനേക്കാളും ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ക്ലച്ച് വിട്ട വണ്ടി ഓട്ടോമാറ്റിക് ഒന്ന് വലിയും. നിങ്ങൾ സാധാരണ ഒരു ബൈക്കിൽ പോകുമ്പോൾ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ടാകും. ഇവരെയൊക്കെ ചേർത്ത് നിർത്തോട്ടോ. അങ്ങനെ കണ്ടിന്യൂ ചെയ്തോളൂ. ബൈക്ക് ഓടിക്കാൻ അറിയാത്ത ആൾക്കാരൊന്നും ഇതിലില്ലല്ലോ. ബൈക്ക് സാധാരണ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൈക്ക് നമ്മളിങ്ങനെ ടോപ്പ് ഗിയറിൽ പോയി പെട്ടെന്ന് 3rd ഗിയറിലേക്ക് ആക്കിയിട്ട് ക്ലച്ച് ഇങ്ങനെ വിട്ട് കഴിയുമ്പോൾ വണ്ടി അങ്ങനെ ഒന്ന് ഇരിക്കും. ആ ഒരു വലി ഇതിലും വന്നു കഴിഞ്ഞാൽ ഫുൾ കൺട്രോൾ നിങ്ങൾ എടുത്തു വന്നു വണ്ടിന്റെ. നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ റണ്ണിങ്ങിൽ പോണ വണ്ടി ക്ലച്ച് ചവിട്ടി വണ്ടി ഫ്രീ ആകുകയെ ചെയ്യുള്ളൂ. അതൊക്കെ അറിയണ കാര്യമല്ലേ? അപ്പൊ ബ്രേക്ക് ചവിട്ടി കൺട്രോൾ ചെയ്തിട്ട് ക്ലച്ച് യൂസ് ചെയ്യേണ്ട സമയത്ത് മാത്രമേ ക്ലച്ച് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു ഹെവി വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഡ്രൈവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നാളെ മേല നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഇതിൽ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് സമയത്തും എന്റെ നമ്പർ ഈ വീഡിയോന്റെ കൂടെ എന്റെ നമ്പർ ഉണ്ടാവും. എന്നെ വിളിച്ച് ചോദിക്കാം. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എനിക്ക് ചൂണ്ടിക്കാണിക്കാം. നാളെ മേലെ ഇനി ആർക്കെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കുമ്പോൾ അതും കൂടെ എൻ്റെ ഒരു മുതൽക്കൂട്ടായി കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്.